ഓം നമോ പാർത്ഥസാരഥി നമഃ. പാർത്ഥനും സാരഥിയുമായുള്ള സംഭാഷണം. അർജുനനും കൃഷ്ണനുമായുള്ള സംഭാഷണം. അർജുനൻ യോദ്ധാവാണ്, ക്ഷത്രിയനാണ്. ഭഗവാൻ കൃഷ്ണൻ തേരാളിയാണ്. സർവവിഭൂതികളുടെയും എല്ലാത്തിൻ്റെയും പ്രഭുവായ കൃഷ്ണൻ സന്തോഷത്തോടും തൻ്റെ ഭക്തൻ്റെ സുഹൃത്തിൻ്റെ തേരാളിയായി. കൃഷ്ണൻ തൻ്റെ ഭക്തരെ സഹായിക്കാനായി അവർക്ക് അർഹതപ്പെട്ടത് നൽകാൻ എപ്പോഴും കൂടെ ഉണ്ടാകും. അതാണ് ഭക്തനും ഭഗവാനുമായുള്ള ബന്ധം. അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു, കൃഷ്ണ, ഞാൻ എങ്ങനെയാണ് എൻ്റെ മുത്തച്ഛനായ ഭീഷ്മരെയും ഗുരുവായ ദ്രോണരെയും കൃപരെയും മറ്റു ഗുരുക്കന്മാരെയും പിതൃതുല്യരായവരെയും മാതുരന്മാരെയും സഹോദരന്മാരെയും കൊല്ലുക? മണ്ണിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി, ആവാകാൻ വേണ്ടി ഞാൻ അവരെ കൊല്ലണം. അതിലും എത്രയോ നല്ലത് യുദ്ധം ഉപേക്ഷിച്ച് ഞാൻ വനത്തിൽ പോയി സന്യാസിയാകാം. അല്ലെങ്കിൽ ഭിക്ഷാടനം തേടാം. അതുമല്ലെങ്കിൽ നിരായുധരായ എന്നെ അവർ കൊല്ലട്ടെ. എന്നാലും ഞാൻ ആരെയും കൊല്ലുകയില്ല. എൻ്റെ നാവ് വറളുന്നു, മനസ്സ് പിടയുന്നു, തൊലിപ്പുറത്ത് നീറ്റൽ അനുഭവപ്പെടുന്നു. സ്വാത്വികനായ ഒരു നല്ല മനുഷ്യൻ്റെ ചിന്തകളാണ് അർജുനനിലൂടെ കണ്ടത്. അങ്ങനെയുള്ള അർജുനൻ തളർന്ന് തേരിൽ ഇരുന്നു, ആയുധം താഴെ വച്ചു. തൻ്റെ അടുത്ത് നിൽക്കുന്ന തേരാളിയായ കൃഷ്ണനെ ദയനീയമായി നോക്കി. കൃഷ്ണനെ അഭയം പ്രാപിക്കണം. താൻ ആത്മാവാണെന്നും തൻ്റെ അടുത്ത് നിൽക്കുന്നത് സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്ന പരമാത്മാവാണെന്നും അർജുനൻ അറിയുന്നില്ല. എങ്കിലും താൻ നേരിടുന്ന ഈ സങ്കീർണ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തനിക്ക് കഴിയില്ലെന്ന് അർജുനൻ അറിയാം. അതുകൊണ്ട് തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി തൻ്റെ അടുത്തു നിൽക്കുന്ന സുഹൃത്തായ കൃഷ്ണനെ അഭയം പ്രാപിക്കുന്നു. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് അർജുനനെ നോക്കി. ഭഗവാൻ ഭക്തന്മാരുടെ വിഷമം കാണുമ്പോഴും സന്തോഷം കാണുമ്പോഴും പുഞ്ചിരിക്കാറുണ്ട്. ആ പുഞ്ചിരി ഭക്തന്മാർക്ക് സന്തോഷം നൽകണം. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് അർജുനനോട് പറഞ്ഞു, നീ ആരാണെന്ന് നീ അറിയുന്നില്ല. നിന്റെ നിയതകർമ്മം എന്താണെന്നും നീ അറിയുന്നില്ല. നിനക്ക് അവരെ കൊല്ലാനോ അവർക്ക് നിന്നെ കൊല്ലാനോ കഴിയില്ല. ഭഗവാൻ കൃഷ്ണൻ അർജുനൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകുന്നു. എന്തൊക്കെയാണ് അവയെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതു ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനാ സൃജാമ്യഹം. ജയ് ശ്രീകൃഷ്ണ.